ശ്രുതി ടീച്ചറാണ് കേട്ടോ. എന്റെ മക്കളെ അവധിക്കാലമൊക്കെ ഇങ്ങനെ ആഘോഷിക്കുകയായിരിക്കും അല്ലേ? ഇനി കുറച്ച് ദിവസങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? വീട്ടിലിരുന്ന് തന്നെ അവധി ആഘോഷിക്കണം. സ്കൂളിലൊന്നും പോകാൻ പറ്റില്ല അല്ലെ? അതുകൊണ്ട് എന്റെ മക്കൾക്ക് ഒരു കഥ പറഞ്ഞു തരാന്ന് വിചാരിച്ചു ടീച്ചർ. അങ്ങനെയാണ് ഇപ്പൊ ടീച്ചർ വന്നിരിക്കുന്നത്. അപ്പൊ കഥ കേൾക്കാൻ എല്ലാവരും റെഡിയല്ലേ? റെഡിയല്ലേ? നമ്മുടെ കഥയില് ആരാണ് ഉള്ളതെന്ന് അറിയാമോ? നിങ്ങളെ പോലുള്ള ഒരു മിടുക്കി കുട്ടിയുടെ കഥയാണ് ടീച്ചർ ഇന്ന് പറയാൻ പോകുന്നത്. കഥയുടെ പേരും ആ മിടുക്കി കുട്ടിയുടെ പേരും എന്താണെന്ന് അറിയാമോ? ടോട്ടോച്ചാൻ. അപ്പൊ ടോട്ടോച്ചാൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞു കുട്ടിയുടെ, ഒരു 1ാം ക്ലാസ്സുകാരി കുട്ടിയുടെ കഥയാണ് ടീച്ചർ ഇന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ടോട്ടോച്ചാൻ എവിടെ പോവാണ്? സ്കൂളിൽ പോവാണ്. ഹായ്, നമുക്ക് ജൂൺ മാസത്തിലാണ് നമ്മൾ സ്കൂളിൽ പോകാറില്ലേ? പുതിയ കൊടയും പുതിയ ബാഗൊക്കെ ആയിട്ട്, പുത്തൻ പുസ്തകങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വളരെ സന്തോഷത്തോടെ സ്കൂളിൽ പോയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അല്ലെങ്കിൽ ഇനി പോകാൻ പോകുന്നവർക്ക് അതൊന്നൊന്നൊന്നൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കിയേ. പുതിയ സ്കൂള്, അവിടെ എന്താണ്, പുതിയ കൂട്ടുകാര്, പുതിയ ടീച്ചേഴ്സ്, അങ്ങനെ ഒരു പുതിയ സ്കൂളില് ആരെത്തിയിരിക്കുകയാണ് എന്നറിയോ? നമ്മുടെ ടോട്ടോച്ചാൻ എത്തിയിരിക്കുകയാണ്. അങ്ങനെ പുതിയ സ്കൂളിലേക്ക് അമ്മയുടെ കൂടെയാണ് പോകുന്നത്. പോകുന്ന വഴിയിലുള്ള കാര്യങ്ങളൊക്കെ ടോട്ടോച്ചാൻ ഇങ്ങനെ കാണുന്നുണ്ട്. ആ വഴിയിലുള്ളവരുടെ അവരോട് കുശലം ചോദിക്കുന്നുണ്ട്. വഴിയിലുള്ള കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. ഒരു റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? അപ്പോ നമ്മുടെ ടോട്ടോച്ചാൻ റെയിൽവേ സ്റ്റേഷനിലൂടെയാണ് പോകുന്നത് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഓരോരുത്തരോടായിട്ട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മുടെ ടോട്ടോച്ചാൻ എവിടെ എത്തുകയാണ്? സ്കൂളിൽ എത്തുകയാണ്. ഹായ്, അവിടെ നിറയെ അലങ്കാരങ്ങൾ ഉണ്ടാവും, ബലൂണുകൾ ഉണ്ടാവും അല്ലേ? പുതിയ കൂട്ടുകാര്, പുതിയ ടീച്ചേഴ്സ്, ക്ലാസ് മുറികളൊക്കെ കണ്ട് നമ്മുടെ ടോട്ടോച്ചാന് വലിയ സന്തോഷായിട്ടോ. നമ്മുടെ ടോട്ടോച്ചാൻ എന്താ ചെയ്തെന്നറിയോ? ടീച്ചർ ക്ലാസ്സിലേക്കൊക്കെ വരാണ്. എല്ലാവരോടും പേരൊക്കെ ചോദിക്കുന്നുണ്ടാവും അല്ലേ? വിശേഷങ്ങളൊക്കെ ചോദിച്ച് ടീച്ചർ പഠിപ്പിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോ നമ്മുടെ ടോട്ടോച്ചാന്റെ ബെഞ്ചും ഡെസ്കും അല്ലേ, നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ സ്കൂളില് ബെഞ്ചും ഡെസ്കും ആണ് ഉള്ളത്. നമ്മുടെ ടോട്ടോച്ചാന്റെ സ്കൂളില് ഇരിക്കാൻ ഒരു വലിയ ബെഞ്ച് ഉണ്ട്, ഒരു ഡെസ്ക് ഉണ്ട്. ആ ഡെസ്കിന് ഒരു അടപ്പുണ്ട്. അതിന്റെ ഉള്ളിലേക്ക്, അത് തുറന്നു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പുസ്തകങ്ങൾ വെക്കാം, ബാഗൊക്കെ അങ്ങനെ വെക്കാം കേട്ടോ. അപ്പോ അതുപോലുള്ള ഒരു ഡെസ്കാണ് ടോട്ടോച്ചാൻ കണ്ടത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്, ക്ലാസ്സിലുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോ ഇവിടെ എന്ത് കണ്ടു? ഡെസ്ക് കണ്ടു. ആ ഡെസ്ക് ഒന്ന് തുറന്നു നോക്കില്ലേ? അതിന്റെ അടപ്പൊന്ന് തുറന്നു നോക്കിയപ്പോ ടോട്ടോച്ചാന് വലിയ സന്തോഷായി. ഇതൊക്കെ ഉള്ളിൽ വെക്കാം അല്ലേ? അപ്പോ അത് അടയ്ക്കുന്ന സമയത്ത് എല്ലാം അകത്ത് വെച്ച് ടോട്ടോച്ചാൻ ആ ഡെസ്കിന്റെ അടപ്പ് ഇങ്ങനെ അടച്ചെങ്ങനെ അടയ്ക്കുക? ഒരു ശബ്ദം. ടോട്ടോച്ചാൻ അത് കണ്ടപ്പോ നല്ല കൗതുകായി. അപ്പൊ ടോട്ടോച്ചാൻ വീണ്ടും അത് തുറന്നു. പിന്നെയോ വീണ്ടും അടച്ചു. നല്ല രസമുണ്ട്, നല്ല ശബ്ദമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്താണ് ടോട്ടോച്ചാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാ. എന്ത്? ടീച്ചർ ഒരു പുസ്തകം എടുക്കാൻ പറയും. അപ്പൊ ടോട്ടോച്ചാൻ അടപ്പ് തുറക്കും, അടയ്ക്കും. പിന്നെ ടീച്ചർ ഒരു പേന എടുക്കാൻ പറയും, വീണ്ടും തുറക്കും, അടയ്ക്കും. അങ്ങനെ ഓരോന്ന് എടുക്കാനും തുറക്കാനും എന്ത് ചെയ്യാണ് ടോട്ടോച്ചാൻ? അടയ്ക്കുക, തുറക്കുക, അടയ്ക്കുക, തുറക്കുക. ഇത് തന്നെ ടോട്ടോച്ചാന്റെ പണി. ഓരോ സാധനങ്ങളും എടുക്കാനും തുറക്കാനും ടോട്ടോച്ചാൻ വലിയ ശബ്ദത്തോടെയാണ് അത് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നത്. ഇതാർക്ക് ശല്യായി? ടീച്ചർക്ക് ശല്യായിട്ടുണ്ടാവും. നമ്മുടെ മിടുക്കി കുട്ടിയാണ് ടോട്ടോച്ചാൻ. പക്ഷെ ഇത്തരം കുസൃതികൾ, ഇത് കുസൃതിയാണോ? നിങ്ങൾക്ക് വലിയ കൗതുകം തോന്നിയിട്ട്, ഇഷ്ടം തോന്നിയിട്ട് ഒരു കാര്യം ചെയ്യുന്നത് കുസൃതിയായിട്ട് നമ്മൾ കാണാറുണ്ടോ? നമ്മുടെ ടോട്ടോച്ചാനും അത് തന്നെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ടീച്ചർക്ക് ആകെ പ്രശ്നമായി. ടീച്ചർ എന്താ പറഞ്ഞത്? എന്താണ് ടോട്ടോച്ചാൻ ഇങ്ങനെ കളിക്കുന്നത് അല്ലേ? ടീച്ചർക്ക് ദേഷ്യമൊക്കെ വന്നിട്ടുണ്ടാവും. നിങ്ങളുടെ ടീച്ചർ ആണെങ്കിലോ വടിയെടുത്ത് നല്ല 2 പെട കിട്ടും അല്ലേ?
ഇപ്പൊ നിങ്ങളെ ടീച്ചേഴ്സ് അടിക്കാറുണ്ടോ? എന്തെന്നെയായാലും ടോട്ടോ ചാന്റെ ഈ ഒരു പ്രവൃത്തി ഒന്നും നമ്മുടെ ടീച്ചർക്ക് ഇഷ്ടായില്ല. പിന്നെ വേറൊരു കാര്യം, ടോട്ടോച്ചാന് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നോക്കി കാണാൻ വലിയ ഇഷ്ടാണ്. അപ്പൊ ക്ലാസിന്റെ പുറത്ത്, സ്കൂളിന്റെ ഗേറ്റിന് പുറത്തായിട്ട് തെരുവിൽ കുറേ തെരുവ് പാട്ടുകാര് പാട്ടൊക്കെ പാടുന്നുണ്ട്. അവര് താളമൊക്കെ ഇട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്. ഇത് ടോട്ടോച്ചാൻ ജനലിനടുത്ത് നിന്ന് ഇങ്ങനെ ഇങ്ങനെ നോക്കും. എങ്ങനെയാ നോക്കുക? ഇങ്ങനെ നോക്കും. അപ്പൊ ടോട്ടോച്ചാൻ എന്ത് വിചാരിച്ചു? അവരെ കുറച്ചുകൂടെ അടുത്തേക്ക് വിളിച്ചാല് എനിക്ക് നല്ല പോലെ കാണാനും കേൾക്കാനും പറ്റുമല്ലോ. അപ്പൊ ടോട്ടോച്ചാൻ അവരെ മാടി വിളിച്ചു. തെരുവിൽ നിന്ന് പാട്ട് പാടുന്ന പാട്ടുകാരെ ക്ലാസിന്റെ തൊട്ടടുത്തുള്ള ജനലിന്റെ അടുത്തേക്ക് മാടി വിളിച്ചു. പിന്നെ ആട്ടവും പാട്ടും ഒക്കെ ആയിട്ടില്ലേ, ആട്ടവും പാട്ടും ഒക്കെ ആയിട്ട് ഇവരിങ്ങനെ താളോട്ട് പാട്ട് പാടാണ്. അങ്ങനെ പല പല പാട്ടുകളൊക്കെയാണ് അവരവിടുന്ന് പാടുന്നത്. ടോട്ടോച്ചാനും ഇവിടുന്ന് അവരുടെ കൂടെ ആടുകയും പാടുകയും ഒക്കെ ചെയ്തു. ടീച്ചർക്ക് ഇഷ്ടാവോ? ഇല്ല. ടീച്ചർക്ക് നല്ല ദേഷ്യം വന്നു അല്ലെ? ടീച്ചർക്ക് നല്ല ദേഷ്യം വന്നു കാണില്ലേ? ടീച്ചർക്ക് ദേഷ്യം വന്നു. കാരണം എന്താണ്? മറ്റു കുട്ടികൾക്ക് പഠിക്കണം, മറ്റു കുട്ടികളെ പഠിപ്പിക്കണം അല്ലെ? കഷ്ടാണല്ലോ ഈ ടോട്ടോച്ചാന്റെ കാര്യം എന്നൊക്കെ ടീച്ചർ ഇങ്ങനെ വിചാരിച്ചു. പിന്നെ ടീച്ചർ നോക്കുമ്പോ ടോട്ടോച്ചാൻ എന്ത് ചെയ്യാന്നറിയോ? നമ്മുടെ ക്ലാസിന്റെ തൊട്ടടുത്തൊരു മരം ഉണ്ടേ. ആ മരത്തിലേക്ക് നോക്കിയിട്ട് ടോട്ടോച്ചാൻ ഇങ്ങനെ ചോദിക്കുകയാണ്, നിനക്ക് സുഖമാണോന്ന്. അപ്പൊ ടീച്ചർ വിചാരിച്ച് ഇതാരോടാണ് ഈ കുട്ടി ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് സംസാരിക്കുന്നത് എന്ന്. ടീച്ചർ പുറത്തേക്ക് നോക്കി. ആ മരത്തിന്റെ അവിടേക്ക് നോക്കിയ സമയത്ത് അവിടെ ഒരു തുക്കണാങ്കുരുവി കൂട് വെച്ചിട്ടുണ്ട്. തുക്കണാങ്കുരുവി കൂട് വെച്ചിട്ടുണ്ട്. ആ തുക്കണാങ്കുരുവിയോടാണ് ആര് സംസാരിക്കുന്നത്? നമ്മുടെ ടോട്ടോച്ചാൻ സംസാരിക്കുന്നത്. അപ്പൊ ടോട്ടോച്ചാൻ എന്ന ഈ മിടുക്കി കുട്ടി, നമ്മൾ പറഞ്ഞ ഈ മിടുക്കി കുട്ടി മഹാവികൃതി ആയിട്ടാണ് ടീച്ചർക്ക് തോന്നിയത്. എന്താണ്? ഡെസ്ക് അടയ്ക്കുക, തുറക്കുക, അതുപോലെ തന്നെ തെരുവ് പാട്ടുകാര് ക്ലാസ്സിനടുത്തേക്ക് വിളിച്ച് ബഹളമൊക്കെ ആയി, ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ക്ലാസ് ടൈമില് എന്ത് ചെയ്യുന്നു? മരത്തിന്റെ മുകളിൽ കൂട് കെട്ടിയ കുരുവിയോടും ഒക്കെ സംസാരിക്കുന്നു. ഇതൊന്നും ടീച്ചർക്ക് ഇഷ്ടായില്ല. ടീച്ചർ എന്ത് ചെയ്തു എന്നറിയോ? ടീച്ചർ പോയിട്ട് HM പറഞ്ഞു. നിങ്ങളുടെ സ്കൂളിലൊക്കെ പ്രധാന അധ്യാപകരില്ലേ, അതുപോലെ ആ സ്കൂളിൽ ഒരു HM ഉണ്ടായിരുന്നു. HM ടീച്ചർ പോയിട്ട് പറഞ്ഞു, ഒരു രക്ഷയില്ല, ഈ കുട്ടിയെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല, നമ്മുടെ ടോട്ടോച്ചാനെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് ആ ടീച്ചർ. അപ്പോ ടോട്ടോച്ചാന്റെ അമ്മയോട് വരാൻ പറഞ്ഞു. അമ്മയോട് HM പറഞ്ഞു. പ്രധാന അധ്യാപകൻ എന്താ പറഞ്ഞേ? സോറി, നിങ്ങളുടെ കുട്ടി വലിയ ശല്യക്കാരി ആയിട്ടാണ് ഇവിടെയുള്ള മറ്റു ടീച്ചേഴ്സിനും കുട്ടികൾക്കും എല്ലാം തോന്നുന്നത്. അതുകൊണ്ട് ഈ സ്കൂളിൽ ഇനി പഠിപ്പിക്കാൻ ഈ സ്കൂളിൽ ഈ കുട്ടിക്ക് ഇനി പഠിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ അമ്മയ്ക്ക് വിഷമായിട്ടുണ്ടാവോ? എന്റെ മക്കള് അമ്മമാരോടാണ് ഇത് പറയുന്നെങ്കിലോ? അമ്മമാരൊക്കെ ഇത് കേൾക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെവിയിലെല്ലാം പിടിച്ചിട്ട് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അടങ്ങി ഇരിക്കണോന്ന് എന്നൊക്കെ പറഞ്ഞ് അല്ലേ, പഠിക്കാനല്ലേ സ്കൂളിൽ പറഞ്ഞയക്കുന്നതെന്നൊക്കെ പറയൂലേ? പക്ഷെ ടോട്ടോച്ചന്റെ അമ്മ അങ്ങനെ ഒന്നും പറഞ്ഞില്ല കേട്ടോ. 1-ാം ക്ലാസ്സിൽ നിന്നാണ് പുറത്താക്കിയത്. 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സ്കൂളിൽ നിന്ന് തന്നെ പുറത്താക്കിയത്. അമ്മ എന്തേലും പറഞ്ഞോ? ഇല്ല കേട്ടോ. അപ്പൊ നമ്മുടെ ടോട്ടോച്ചാനോട് അമ്മ പറഞ്ഞു, മോളെ നമ്മൾ ഈ സ്കൂളിൽ നിന്ന് പോവാണ് കേട്ടോ. എന്താ പറഞ്ഞേ? ഇതിലും നല്ല അടിപൊളി ഒരു സ്കൂളിലേക്കാണ് എന്റെ മോളെ ഞാൻ ഇനി കൊണ്ടുപോകുന്നത് എന്ന്. ഉള്ളിൽ അമ്മയ്ക്ക് വിഷമം ഉണ്ടാവും കേട്ടോ. വികൃതി കളിച്ചിട്ടല്ലേ പുറത്താക്കിയത്. പക്ഷെ അതൊന്നും അമ്മ പുറത്ത് കാണിച്ചില്ല. നമ്മുടെ ടോട്ടോച്ചാനെയും കൂട്ടി ആര് പോകുന്നു? ടോട്ടോച്ചാന്റെ അമ്മ മറ്റൊരു സ്കൂളിലേക്ക് പോകുന്നു. അപ്പോ പിറ്റേ ദിവസം എല്ലാം നോക്കി അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടാവും അല്ലെ? അമ്മ പുതിയൊരു സ്കൂളിലേക്ക് ടോട്ടോച്ചാനെ കൊണ്ടുപോവുകയാണ്. ഹായ്, പഴയ സ്കൂളിനെക്കാട്ടും നല്ല ഭംഗിയുണ്ട്. ടോട്ടോച്ചാന് പുതിയ സ്കൂള് വലിയ ഇഷ്ടായി. എന്താ പ്രത്യേകത? ഞാൻ എന്നും വരാറില്ല അല്ലെ, ഞാൻ കാണാറുള്ള ട്രെയിനിന്റെ രൂപത്തിലുള്ള ഒരു സ്കൂളിലാണ് ആരെത്തിയത്, ടോട്ടോച്ചാൻ എത്തിയത് എന്ന് ടോട്ടോച്ചാന് മനസ്സിലായി. നോക്കുമ്പോ ട്രെയിന് പോലെയുള്ള ഒരു സ്കൂള്. ആ സ്കൂളിലെ ഓരോ ക്ലാസ് മുറിയും ബോഗികളായിട്ട് ട്രെയിനിന്റെ ബോഗികൾ. ട്രെയിൻ കണ്ടിട്ടില്ലേ മക്കളെ? തീവണ്ടി.
ആ അതുപോലെയുള്ള ക്ലാസ് മുറികളായിരുന്നു ആ സ്കൂളിന് ഉണ്ടായിരുന്നത്. അങ്ങനെ ടോട്ടോച്ചാന്റെ അമ്മ ടോട്ടോച്ചാനെയും കൊണ്ട് അവിടുത്തെ പ്രധാന അധ്യാപകൻ, അദ്ദേഹത്തിന്റെ പേരാണ് കൊബായാഷി മാഷ്. പേരെന്താ? ആ സ്കൂളിന്റെ പേരാണ് ടോമോ. നമ്മുടെ ട്രെയിൻ സ്കൂളിന്റെ പേരെന്താ? ടോമോ. ടോമോ എന്ന് പറയുന്ന ആ ട്രെയിൻ സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്നു കൊബായാഷി മാഷ്. അങ്ങനെ കൊബായാഷി മാഷിന്റെ മുന്നിലേക്ക് നമ്മുടെ ടോട്ടോച്ചാനെയും കൊണ്ട് അമ്മ പോവുകയാണ്. ടോട്ടോച്ചാൻ കഥ പറഞ്ഞു തുടങ്ങി. ആരോട്? മാഷിനോട്. മാഷ് എല്ലാം കേട്ടിരുന്നു. കൊബായാഷി മാഷ് വളരെ 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 ക്ഷമയോടെ ടോട്ടോച്ചാൻ പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ടിരിക്കുകയും അതിന് മറുപടി പറയുകയും ആഹാ എന്നൊക്കെ ചോദിച്ച് അത്ഭുതത്തോടെ അതൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു. ടോട്ടോച്ചാന് വലിയ ഇഷ്ടമായി. നമ്മൾ ഒരാളിങ്ങനെ കേട്ടിരിക്കുകയാണല്ലേ. നമ്മൾ ഒരാളിങ്ങനെ കേട്ടിരിക്കുന്നത് നമുക്ക് ഇഷ്ടല്ലേ? അങ്ങനെ കൊബായാഷി മാഷ് ടോട്ടോച്ചാന്റെ കഥകൾ ഓരോന്നും കേട്ടിരുന്നു. സമയം ഇങ്ങനെ പോയി. അതൊന്നും മാഷിന് പ്രശ്നമായിരുന്നില്ല. ടോട്ടോച്ചാൻ എന്ന മിടുക്കിക്കുട്ടിയുടെ വാദോരാതെയുള്ള സംസാരം അദ്ദേഹം കേട്ടിരുന്നു. പിറ്റേ ദിവസം സ്കൂളിലേക്ക് വരാൻ ടോട്ടോച്ചാന് ഇഷ്ടായിരിക്കോ? പിന്നെ ഇഷ്ടായിരിക്കും അല്ലെ? നിങ്ങൾക്കാണ് ഇഷ്ടാവില്ലേ? അടിപൊളി സ്കൂളാണ്. പിന്നെ എന്താണ് അവിടെ അദ്ദേഹം അല്ലെ കൊബായാഷി മാഷിനെ പോലെ ഒരു മാഷിയും കൂടി കിട്ടുകയാണെങ്കിൽ വലിയ സന്തോഷം. അങ്ങനെ പിറ്റേന്ന് മുതല് നല്ല അടിപൊളി മിടുക്കിക്കുട്ടിയായിട്ട് ടോട്ടോച്ചാൻ സ്കൂളിൽ വരാൻ തുടങ്ങി. ടോട്ടോച്ചാന്റെ വികൃതിയൊക്കെ കുറഞ്ഞിട്ടുണ്ടാവോ? ഇല്ല. മുൻപുള്ള പോലെ തന്നെ ടോട്ടോച്ചാൻ ഇഷ്ടം പോലെ കളിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ ആ സ്കൂളിൽ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നമ്മുടെ കൊബായാഷി മാഷ് എന്താ പറയാന്നറിയോ? ഇങ്ങനെ തോളിൽ തട്ടിയിട്ട് മാഷ് പറയും, നേരായിട്ടും നീ നല്ല കുട്ടിയാ ടോട്ടോ. നമ്മളവിടെ വികൃതി കളിക്കുമ്പോ ഒരാള് ഇങ്ങനെ പറയാണ്, നേരായിട്ടും നീ നല്ല കുട്ടിയാ. നമ്മൾ എന്താ ചെയ്യാ? നമുക്ക് സന്തോഷാവൂല്ലേ? ഞാൻ ഈ വികൃതി ഒക്കെ കളിച്ചിട്ടും എന്നെ ഒന്നും ചീത്തയൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ നല്ല കുട്ടിയാന്നല്ലേ പറഞ്ഞേ. പിന്നെ നമ്മള് നല്ല കുട്ടിയായിരിക്കും അല്ലേ? അങ്ങനെ അവിടെയുള്ള ഓരോ കുട്ടികളുമായിട്ടും ടോട്ടോച്ചാൻ നല്ല സൗഹൃദം സ്ഥാപിച്ചു. ആ സ്കൂളിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാനാണ് തോന്നുന്നെങ്കിൽ ചിത്രം വരയ്ക്കാം, പാട്ട് പാടാനാണ് തോന്നുന്നെങ്കിൽ പാട്ട് പഠിക്കാം. ഇനിയിപ്പോ കണക്ക് അല്ലെ ഗണിതം പഠിക്കാനാണ് എനിക്കിപ്പോ ഇഷ്ടം, അപ്പൊ എനിക്ക് ഗണിതം പഠിച്ചാൽ മതി. മാത്തമാറ്റിക്സ് അല്ലെ, മാത്സ് പഠിച്ചാൽ മതി. എനിക്ക് ഭാഷയാണ് പഠിക്കേണ്ടത്, ഇംഗ്ലീഷും മലയാളം ഒക്കെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ അവിടുത്തെ ഭാഷയാണ് പഠിക്കേണ്ടത്. അപ്പൊ ആ വിഷയങ്ങൾ അവർക്ക് പഠിക്കാൻ പറ്റും. എനിക്കിപ്പോ കളിക്കാനാണ് തോന്നുന്നത്, ഗ്രൗണ്ടിൽ പോയിട്ട് കളിക്കാൻ പറ്റും. അങ്ങനെ ഓരോ കുട്ടിയുടെയും അഭിരുചിക്കനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്ത വളരെ മനോഹരമായ ഒരു സ്കൂളായിരുന്നു ടോമോ എന്ന് പറയുന്നത്. അങ്ങനെ ടോമോ സ്കൂളില് കൊബായാഷി മാഷിന്റെ ശിക്ഷണത്തില് അവിടെയുള്ള ഓരോ കുട്ടികളും പഠിച്ചു മിടുക്കരായി. 1ാം ക്ലാസ്സിൽ നിന്നും പുറത്തായ നമ്മുടെ ടോട്ടോച്ചാന്റെ ശരിയായ പേര് കേട്ടാല് നിങ്ങളൊന്ന് ഞെട്ടും. അത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. തെത്സുഗോ കുറയോനഗി. ടോട്ടോച്ചാൻ എന്ന് പറയുന്ന തെത്സുഗോ കുറയോനഗി ആരായി? 1ാം ക്ലാസ്സിൽ നിന്നും പുറത്താക്കിയതാണ് കേട്ടോ. സ്കൂളിൽ നിന്ന് തന്നെ പുറത്താക്കിയ കുട്ടിയാണ്. ആ കുട്ടി പിന്നീട് ലോകമറിയുന്ന എഴുത്തുകാരിയായി വലിയൊരു സ്ഥാനത്ത് അവരെത്തുകയാണ്. ടോട്ടോച്ചാൻ അല്ലെങ്കിൽ ജനാലക്കരികിലെ വികൃതി പെൺകുട്ടി എന്ന് പറയുന്ന പുസ്തകം അനുഭവമായിട്ട് എഴുതി സ്വന്തം കഥ ആയിട്ട് എഴുതുകയാണ്. ഒരുപാട് വിറ്റഴിക്കപ്പെട്ട പുസ്തകമായിട്ട് മാറുന്നു ടോട്ടോച്ചാൻ. അത് എഴുതിയത് തെത്സുഗോ കുറയോനഗി. അവരുടെ കുട്ടിക്കാലത്തെ ആ കഥകൾ തന്നെയാണ് അതില് ഉള്ളത് കേട്ടോ. അപ്പൊ എന്റെ മക്കൾക്ക് ടീച്ചർ ഇതിൽ കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു തന്നിട്ടുള്ളൂ. ഇനിയും ഒരുപാട് രസകരമായ വിശേഷങ്ങൾ അതില് ആ പുസ്തകത്തിലുണ്ട്. മക്കളെല്ലാവരും നല്ല മിടുക്കന്മാരും മിടുക്കികളായിട്ട് ഓരോ പുസ്തകം തേടിപ്പിടിക്കുന്ന കൂട്ടത്തില് ടോട്ടോച്ചാനും തേടിപ്പിടിക്കണം. അപ്പോ നിങ്ങൾ ഒന്ന് ഓർക്കുക, നമ്മൾ വികൃതിയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആരും ഒട്ടും വിഷമിക്കേണ്ട. നിങ്ങള് വലിയ ഉയർന്ന സ്ഥാനത്തേക്ക് എത്തൂട്ടോ. നിങ്ങൾ എല്ലാവരും വലിയ ആളുകളായി മാറും. അപ്പോ നേരായിട്ടും നീ നല്ല കുട്ടിയാ എന്ന് ഓരോ അധ്യാപകനെ കൊണ്ടും ഓരോ രക്ഷിതാവിനെ കൊണ്ടും പറയിപ്പിക്കാൻ എന്റെ കുഞ്ഞു മക്കൾക്ക് കഴിയട്ടെ എന്ന് ടീച്ചറെ ആശംസിക്കുകയാണ്. മറ്റൊരു കഥയായിട്ട് ടീച്ചർ വരാം. ഇതുപോലുള്ള
രസകരമായ കഥകൾ കേൾക്കാൻ അല്ലെങ്കിൽ ഇത്തരം കഥകൾ കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ടീച്ചറിനെ നിങ്ങൾ കാത്തിരിക്കണം കേട്ടോ. അപ്പൊ മറ്റൊരു കഥയുമായിട്ട് വരാം. അതുവരേക്കും ബൈ.